പ്രശസ്തമായ മാന്നാർ മഹാത്മാഗാന്ധി ജലമേള സെപ്റ്റംബർ 8-ന് നടക്കും. നെഹ്റു ട്രോഫി ജലമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 12 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുക്കും. പ്രശസ്തമായ മാന്നാർ മഹാത്മാഗാന്ധി ജലമേള ഈ വർഷം സെപ്റ്റംബർ 8-ന് നടക്കും. 59ാമത് ജലോത്സവമാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ മാന്നാർ കുരിയാത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് വള്ളംകളി നടക്കുന്നതെന്ന് ജലോത്സവ സമിതി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഷൈലാജ്, ജനറൽ സെക്രട്ടറി ടി കെ ഷാജഹാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 58ാമത് മാന്നാർ മഹാത്മാ ജലോത്സവം ഈ വർഷം സെപ്റ്റംബർ 8-ാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ജലോത്സവം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ 100ാമത് വർഷം കൂടെയാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ബഹുമാന്യയായ MP പ്രിയങ്ക ഗാന്ധിയെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവരെ മാഡം ഉറപ്പായി ഈ ജലമേള ഉദ്ഘാടനം ചെയ്യുവാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫിയിലെ ജേതാക്കളായ ചുണ്ടൻ വള്ളങ്ങൾ 12 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം വെപ്പ് വള്ളങ്ങളുടെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന വെപ്പ് വള്ളങ്ങളുടെ മത്സരം നടക്കുന്ന ഈ ജലമേളയിൽ എല്ലാ വെപ്പ് വള്ളങ്ങളും പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്തങ്ങളായ 36-ൽ പരം വള്ളങ്ങൾ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന കഴിഞ്ഞ 58 വർഷവും മുടങ്ങാതെ നടന്നിട്ടുള്ള ഒരു ബോട്ട് റേസാണ് മഹാത്മാഗാന്ധി ട്രോഫി ബോട്ട് റേസ്. എല്ലാ വർഷവും VVIPകൾ പങ്കെടുക്കും. കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ജലമേള ഉദ്ഘാടനം ചെയ്തത്. മുൻ വർഷങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും വിദേശ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണിത്. രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക ജലമേളയാണിത്. എല്ലാ വർഷവും ഇത് വലിയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. ഈ വർഷം പുതിയതായി ആൻ്റോ ആൻ്റണി പണിയിച്ച അദ്ദേഹം സംഭാവന ചെയ്ത പുതിയ പവലിയൻ്റെ ഉദ്ഘാടനം ഈ വർഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി ജലമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 12 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയാണ് മത്സരത്തിൽ പങ്കെടുക്കുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും വിദേശ ടൂറിസ്റ്റുകളും ഉൾപ്പെടെ 10,000-കണക്കിന് പേർ കാണികളായി ഇത്തവണയും ജലമേള കാണാൻ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രിയങ്ക ഗാന്ധി MPയെ ജലോത്സവത്തിന് പങ്കെടുപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തിവരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.